നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ ഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർമാരായ എ രഞ്ജിനി, പി ബി ബിജു, തിരുവില്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ എൻ ദീപേഷ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, ഉപദേശക സമിതി സെക്രട്ടറി സി എസ് ബൈജു, ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറും കലാകാരന്മാരും അവതരിപ്പിച്ച ഭക്തിഗാന സന്ധ്യ അരങ്ങേറി. രാവിലെ വന്ന് പൂച്ചാമ്പലത്ത് പോയിട്ട് കയറിയിട്ടുണ്ട്. കാരണം രാത്രിത്തെ കഠിനമായ മഴയും ഇടിയൊന്നും എനിക്ക് 16-17 വയസ്സുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആൾക്കാരുള്ള സ്ഥലത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കളഞ്ഞിട്ട് രാവിലെ. വീണ്ടും 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 തുടരും എന്ന മുദ്രാവാക്യവുമായി LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. തുടർച്ചയായി 6ാം തവണയും പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിയുടെ കയ്യിലേൽപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച സ്ഥാനാർത്ഥികളെയും അണിനിരത്തി പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി പെരുമ്പിലാവ് സെന്ററിൽ തന്നെ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി പഞ്ചായത്ത് കൺവീനർ MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPIM നേതാക്കളായ K കൊച്ചനിയൻ, KB ജയൻ, പ്രശാന്തൻ മാസ്റ്റർ, പത്മ വേണുഗോപാൽ, MK മോഹനൻ, അജിത് കുമാർ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. 22 വാർഡുകളിൽ 16ലും വിജയിച്ചാണ് ഇടതുപക്ഷം 6ാം തവണയും കടവല്ലൂർ പഞ്ചായത്തിൽ ഭരണം തുടരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ ബ്രനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഷാജു അധ്യക്ഷയായി. സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, PK രാജൻ മാസ്റ്റർ, MK സോമൻ, മേഖലാ ഭാരവാഹികളായ ലാർസൺ മാസ്റ്റർ, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സുനിത ഉണ്ണിമോൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഭാരവാഹികളായി അഡ്വക്കേറ്റ് സിന്ധു ഷാജു പ്രസിഡന്റ്, MR വർഗീസ് വൈസ് പ്രസിഡന്റ്, സത്യപാലൻ മാസ്റ്റർ സെക്രട്ടറി, AK സതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചിറനെല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഡിസംബർ 28, 29, 30 തീയതികളിലായി വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത് രാവിലെ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വികാരി ഫാദർ മനോജ് താണിക്കൽ തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി വൈകിട്ട് 6 മണിക്ക് ദിവ്യബലി നടക്കും. 27-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഫാദർ ഷിൻഡോ പാറയിൽ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം സ്പെഷ്യൽ തഹസിൽദാർ VK ബാബു ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. ഞായറാഴ്ച രാവിലെ 7-ന് ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികനായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം അമ്പ്, വള, വെഞ്ചിരിപ്പ് എന്നിവ വീടുകളിലേക്ക് എഴുന്നള്ളിക്കും. വൈകിട്ട് 6-ന് ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം പ്രസിദ്ധേന്തി വാഴ്ചയും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പും നടക്കും. രാത്രി അമ്പ് സമാപനത്തിനു ശേഷം മെഗാ ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ദിവസമായ 29-ന് രാവിലെ 10:30-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും വൈകിട്ട് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണത്തിനു ശേഷം വർണ്ണമഴയും ഗാനമേളയും ഉണ്ടാകും. ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. ഡിസംബർ 25, 26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. 25-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടാകും. 26-ാം തീയതി രാവിലെ 7-ന് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും നേർച്ച വിളമ്പലും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, കൈസ്ഥാനി PT കമൽരാജ്, സെക്രട്ടറി PT ഗ്ലിഫിരാജ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ AKTA ജില്ലാ ട്രഷറർ പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ശിവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശൈലജ രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി CA ശൈലജ വാർഷിക റിപ്പോർട്ടും
ട്രഷറർ ഭൈമി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ MS സത്യനാഥൻ, KM ഗീത, CV രേഖ, ബിന്ദു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായി വിജയിച്ച യൂണിറ്റിലെ അംഗം ജിഷ സനോജിനെ ആദരിച്ചു. വയലത്തൂർ സെന്റ് സിറിയക് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. സെന്റ് സിറിയക് പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിൽ ബോൺ നതാലെ നടത്തി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഡേവിസൺ അന്തിക്കാട്, സണ്ണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര ടർഫിൽ നടന്ന ടൂർണമെന്റിൽ കൂട്ട് കുറുമാൽ നൽകുന്ന വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടി ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. GKG തൃശൂർ വിന്നേഴ്സും റണ്ണേഴ്സ് കൂട്ട് കുറുമാലും കരസ്ഥമാക്കി. 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചരമം കുന്നംകുളം ചൊവ്വന്നൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ പരേതനായ തയ്യിൽ കൃഷ്ണൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. രമണി ഭാര്യയും സന്തോഷ്, സുബി, സിന്ധു എന്നിവർ മക്കളുമാണ്. ചിറനെല്ലൂർ വാഴപ്പിള്ളി പരേതനായ തോമസ് ഭാര്യ ക്ലാര നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടക്കും. ജെസി, ജോസ് എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു.